എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2023 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 10/2023. നമുക്ക് തന്നെ ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രം. ശരിയല്ലാത്ത പ്രസ്താവന ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. 1929 നടന്ന കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ പ്രസിഡന്റായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഖേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉം. ഖേദ സമരവും ചമ്പാരൻ സമരവുമായിരുന്നു ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ: മൗണ്ട് ബാറ്റൻ പ്രഭു, ഇർവിൻ പ്രഭു, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ഓപ്ഷൻ എ 1ഉം 2ഉം. മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവുമാണ് ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? 1798 നടപ്പിലാക്കിയത്. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്ന പ്രസ്താവനയാണ് സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ: മൗലാന മുഹമ്മദ് അലി, മുഹമ്മദ് അലി ജിന്ന, സാലിം അലി, മൗലാന ഷൗക്കത്ത് അലി. തന്നിരിക്കുന്നവയിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഓപ്ഷൻ സി 1ഉം 4ഉം. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ ഡി അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. ഓപ്ഷൻ ബി മണിപ്പൂർ. മണിപ്പൂറാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഓപ്ഷൻ ബി രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ സി രാജസ്ഥാൻ. രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്ക്? പറയുന്നവരിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ സി പാർലമെൻറ്റിന്. തന്നിരിക്കുന്നവയിൽ പാർലമെൻറ്റിനാണ് മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത്. താഴെ കൊടുക്കുന്നവയിൽ ശരിയല്ലാത്തതേത്? വൈക്കം സത്യാഗ്രഹം TK മാധവൻ, പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ, ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ.
കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. പാലിയം സത്യാഗ്രഹം, വക്കം അബ്ദുൽ ഖാദർ. ഇതാണ് ശരിയല്ലാത്തത്. പാലിയം സത്യാഗ്രഹം ബന്ധപ്പെട്ടിരിക്കുന്നത് സി കേശവനുമായിട്ടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, അഭിനവ കേരളം, ആദിഭാഷ. തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 4ഉം. വേദാധികാര നിരൂപണം, ആദിഭാഷ എന്നിവയാണ് തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെയും അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ്റെയും രചനകളാണ്. ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? കോവിലകത്തും വാതുക്കൽ, തൃശൂർ പൂരം ആരംഭിച്ചു, കുളച്ചൽ യുദ്ധം നടന്നു, കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം 4ഉം. 1 കോവിലകത്തും വാതുക്കൽ, 2 തൃശൂർ പൂരം ആരംഭിച്ചു, 4 കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. 1ഉം 2ഉം 4ഉമാണ് ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം 1721 ഇത് നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 4 മാത്രം. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത് എന്ന പ്രസ്താവനയാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന. ആറ്റിങ്ങൽ കലാപം ആരും നേതൃത്വം കൊടുത്ത ഒരു കലാപമല്ല, ഇതൊരു സംഘടിത കലാപമായിരുന്നു. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം? 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം? ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഫ്രാൻസ് ആണ് 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം. 2022 ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് അർജന്റീനയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല? ഓപ്ഷൻ ബി ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ബാർലി. ബാർലിയാണ് തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഓപ്ഷൻ എ 1998 മെയ് 17. 1998 മെയ് 17 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം? ഓപ്ഷൻ ഡി പെരുംകുളം. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചത് പെരുംകുളത്തെയാണ്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഓപ്ഷൻ സി 101 ഭേദഗതി. 101
ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ഓപ്ഷൻ ബി NK സിംഗ്. NK സിംഗ് ആണ് 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ്. പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 3, 4 തന്നിരിക്കുന്നതെല്ലാം തന്നെ ശരിയായ പ്രസ്താവനകളാണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. ഓപ്ഷൻ സി കണ്ടൽ വനങ്ങൾ. കണ്ടൽ വനങ്ങളാണ് പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഓപ്ഷൻ സി നർമ്മദ. നർമ്മദയാണ് ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് സുന്ദരവനം ഡെൽറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ സി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത്. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. ഓപ്ഷൻ എ ആസാം. ആസാമാണ് മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല. ഓപ്ഷൻ ഡി മലപ്പുറം. മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. ഓപ്ഷൻ എ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ഓപ്ഷൻ സി NH 744. NH 744 ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഓപ്ഷൻ ബി വയനാട്. വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം.
കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏത്? ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് സെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ബി നൂറനാട്. നൂറനാടാണ് കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല? ഓപ്ഷൻ എ കണ്ണൂർ. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? ഓപ്ഷൻ സി വെള്ളായണിക്കായൽ. വെള്ളായണിക്കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ഡി കുമളി. കുമളിയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ആലുവ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം ആലുവയിലാണ് കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിൽ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ സി മേപ്പാടി. മേപ്പാടിയിലാണ് കേരളത്തിൽ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത്. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി? ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്ന അന്തരീക്ഷപാളി? ഓപ്ഷൻ എ അയോണോസ്ഫിയർ. അയോണോസ്ഫിയർ ആണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ഓപ്ഷൻ സി 1098. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ സൃഷ്ടിയാണ് വിത്തും കൈക്കോട്ടും എന്ന കൃതി. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ഓപ്ഷൻ എ ജൂൾ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഓപ്ഷൻ ഡി തെലുങ്കാന. തെലുങ്കാനയാണ് ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്? ഓപ്ഷൻ ബി രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് 5G സേവനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL
തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ? ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ? ഓപ്ഷൻ എ പ്രജന്ത്. പ്രജന്ത് ആണ് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി? ഓപ്ഷൻ സി നൂറുമേനി. നൂറുമേനിയാണ് വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി. വിറ്റാമിൻ എയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗമുണ്ടാകുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. തന്നിരിക്കുന്ന 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? ഓപ്ഷൻ എ സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി മണ്ണുത്തി. മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി? ഓപ്ഷൻ എ തെന്മല. തെന്മലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി വൃക്ക. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്നത് മനുഷ്യൻ്റെ വൃക്കയിലാണ്. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി സ്വാന്തേ പേബോ. സ്വാന്തേ പേബോയ്ക്കാണ് 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഡ്രൂ വെയ്സ്മാനും കാറ്റലിൻ കാരിക്കോക്കുമാണ്. കുനോൺ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോൺ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് കുനോൺ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ പിണ്ഡം. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിലേതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ഡി സിനബാർ. സിനബാറാണ് മെർക്കുറിയുടെ അയിര്. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ ബി മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നതുകൊണ്ട്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നതിൽ ഏത് ഗുണമാണത്? ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നതിൽ ഏത് ഗുണമാണത്? ഓപ്ഷൻ സി ജഡത്വം.
ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ആദിത്യ L1. ആദിത്യ L1 ആണ് സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റ്. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിനെടുക്കുന്ന ദിവസം. കൊതുകിൻ്റെ മുട്ട വിരിയുന്നതിനെടുക്കുന്ന ദിവസം. ഓപ്ഷൻ എ 8 ദിവസം കൊണ്ടാണ് കൊതുകിൻ്റെ മുട്ട വിരിയുന്നത്. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ്. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗം. ഓപ്ഷൻ ബി ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ് ആണ് പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി ജനീവ. ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഓപ്ഷൻ സി കരൾ. കരളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി തലയോട്ടിയിലെ സന്ധി. തലയോട്ടിയിലെ സന്ധി ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി വൃക്ക. തന്നിരിക്കുന്നവയിൽ വൃക്ക ഒരു വിസർജനാവയവം ആണ്. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഓപ്ഷൻ ബി മനുഷ്യൻ. മനുഷ്യൻ്റെ ഹൃദയത്തിനാണ് 4 അറകളുള്ളത്. കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. ഓപ്ഷൻ ബി വീണ ജോർജ്. വീണ ജോർജാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി. തന്നിരിക്കുന്നവയിൽ വിറ്റാമിൻ ബി ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. ഓപ്ഷൻ എ താലോലം. താലോലം പദ്ധതിയാണ് മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. തന്നിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. തന്നിരിക്കുന്നതിൽ ബ്ലഡ് പ്രഷറാണ് ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ഓപ്ഷൻ ബി വൈറസ്. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി വൈറസാണ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ഓപ്ഷൻ എ ബാക്ടീരിയ. ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ അഭാജ്യ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 2. 3 1/6 എത്ര 1/12 ഓപ്ഷൻ സി 38. ഒരു സംഖ്യയോട് അതിൻ്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കും. സംഖ്യ ഏത്? ഓപ്ഷൻ ഡി
60. 1/2 പ്ലസ് 1/4 സമം ഓപ്ഷൻ ബി 0.75. സ്ക്വയർ റൂട്ട് ഓഫ് 9604 സമം ഓപ്ഷൻ സി 98. 68, 72, 64, 91, 48 എന്നീ സംഖ്യകളുടെ ശരാശരി എന്ത്? ഓപ്ഷൻ എ 68.6. ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു 20% ലാഭം നേടി 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓപ്ഷൻ ഡി 910. 9 കിലോമീറ്റർ പെർ മണിക്കൂർ സമം ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി 2.5 മീറ്റർ പെർ സെക്കൻഡ്. രണ്ട് എണ്ണൽ സംഖ്യകളുടെ ലസാഗു 60, അവയുടെ ഉസാഖ 8 ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? ഓപ്ഷൻ എ 480. ഒരു സംഖ്യയുടെ 10 മടങ്ങ് 2000 ആയാൽ സംഖ്യ ഏത്? ഓപ്ഷൻ ബി 200. കടൽ, കപ്പൽ, മരുഭൂമി. ഓപ്ഷൻ ബി ഒട്ടകം. രവിയുടെയും ശശിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം ഇപ്പോൾ 4:5 ആണ്. 5 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആകുമെങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ത്? ഓപ്ഷൻ എ 20. ബെൽറ്റ് എന്ന വാക്കിനെ AGKV എന്നെഴുതാമെങ്കിൽ ഡ്രാഗ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ ഡി CTZI. ഒറ്റയാനെ കണ്ടെത്തുക. 7, 9, 11, 13. ഓപ്ഷൻ ബി 9. ഒരു വർത്തമാനപത്രത്തിൻ്റെ അവശ്യ ഘടകം. ഓപ്ഷൻ സി വാർത്ത. പ്ലസ് സമം ഹരണം, ഹരണം സമം മൈനസ്, മൈനസ് സമം ഇൻറ്റു, ഇൻറ്റു സമം പ്ലസ് എന്നിങ്ങനെയായാൽ 48 പ്ലസ് 16 ഹരണം 4 മൈനസ് 2 ഇൻറ്റു 8 സമം ഓപ്ഷൻ എ 3. 69 ഇൻറ്റു 87 സമം 1515 എങ്കിൽ 76 ഇൻറ്റു 68 സമം ഓപ്ഷൻ ബി 1314. 35 ആളുകൾ വരിയായി നിൽക്കുന്നു. ഇതിൽ ഒരറ്റത്ത് നിന്ന് 25-ാം സ്ഥാനത്താണ് രമ നിൽക്കുന്നത്. മറ്റേ അറ്റത്ത് നിന്ന് രമ എത്രാം സ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്? ഓപ്ഷൻ സി 11. 5, 7, 10, 14, 19, 25. അടുത്തത് ഓപ്ഷൻ എ 32. ഭൂമികുലുക്കം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇടിവെട്ട് താഴെ കാണുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആകാശം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.